हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव बन्धुश्च सखा त्वमेव विद्या द्रविणं त्वमेव सर्वं मम देवदेव। ശ്രീമദ്ഭഗവത്ഗീത 4-ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസയോഗം. ഇനി 10-ാമത്തെ ശ്ലോകമാണ് ചൊല്ലേണ്ടത്. വീതരാഗഭയക്രോധാ മന്മയാ മാമുപാശ്രിതാ ബഹവോ ജ്ഞാനതപസാ പൂതാ മദ്ഭാവമാഗതാ. മലയാളം: സ്നേഹക്രോധഭയം വിട്ടോ എന്നെ തന്നെയണഞ്ഞവർ ഭേദാഭേദജ്ഞശുദ്ധന്മാർ അണയുന്നെന്നെ എന്നുമേ. വീതരാഗഭയക്രോധാഹ. രാഗഭയക്രോധങ്ങൾ ഇല്ലാത്തവർ, വീതം അത് പൂർണ്ണമായും ഒഴിവാക്കിയവർ, മന്മയാ എന്നിൽ തന്നെ മനസ്സ് വച്ചിട്ട്, അല്ലെങ്കിൽ മനസ്സിൽ എന്നെ തന്നെ പ്രാർത്ഥിച്ച്, മാം ഉപാശ്രിതാഹ എന്നെ ആശ്രയിച്ച്, ജ്ഞാനതപസാ പൂതാഹ ജ്ഞാനമാകുന്ന തപസ്സുകൊണ്ട് പരിശുദ്ധരായി, ബഹവഹ എത്രയോ ആൾക്കാർ, എത്രയോ സാധകന്മാർ, മദ്ഭാവം ആഗതാഹ എൻ്റെ ഭാവത്തെ പ്രാപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം നേടിയിട്ടുണ്ട്. അപ്പോൾ ഈ മോക്ഷമാർഗം ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് പെട്ടെന്ന് ഉപദേശിക്കുന്ന ഒന്നല്ല, ഇത് പണ്ടേ നിലവിലുള്ളതാണ്. അത് ഒന്നും കൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണൻ തുടരുകയാണ്. ഭഗവാന്റെ തത്വങ്ങളെ താത്വികമായിട്ട് അറിയണമെന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു. അങ്ങനെ ഭഗവാനിൽ മാത്രം ചിന്തിച്ച്, ഭഗവത് ചിന്തയിൽ മാത്രം മുഴുകി എത്രയോ പേര് അങ്ങനെ ജീവിക്കുന്നുണ്ട്. അവരെല്ലാം ജ്ഞാനതപസ് കൊണ്ട് പരിശുദ്ധരായി മാറിയിട്ട് എന്നെ തന്നെ പ്രാപിച്ചിട്ടുമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു ശ്ലോകത്തിൽ നമ്മൾ ഈ രാഗഭയക്രോധം വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രാഗം എന്ന് പറയുമ്പോൾ എനിക്കിഷ്ടമുള്ളവർ, എൻ്റെ സന്തോഷം, അതാണ് അതാണ് വരുന്നത്. എൻ്റെ സന്തോഷം, എനിക്ക് എന്തെല്ലാമാണോ ഇഷ്ടമുള്ളത് അതിനോട് എനിക്ക് ഒരു പ്രത്യേക മമത. എൻ്റെ സന്തോഷം, എന്തെല്ലാമാണോ എനിക്ക് സന്തോഷം തരുന്നത്, എന്തെല്ലാമാണോ എൻ്റെ ഇഷ്ടവസ്തുക്കൾ, ആരെല്ലാമാണോ എനിക്ക് ഇഷ്ടം ചെയ്തു തരുന്നവർ, അല്ലെങ്കിൽ എന്നെ സന്തോഷിപ്പിക്കുന്നവർ, അതെല്ലാം ഈ രാഗത്തിൽപ്പെടും. അപ്പോൾ എല്ലാം എന്താണ്? എനിക്ക് സന്തോഷം വേണം. അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ സന്തോഷിക്കുന്നു, കാരണം അവരെന്നെ തൃപ്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്നതെല്ലാം അവർ സന്തോഷത്തോടെ ചെയ്തു തരുന്നു. പിന്നെ നമുക്ക് മറ്റുള്ളവരോട് തോന്നുന്ന സ്നേഹം, അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് തോന്നുന്ന സ്നേഹം, അതാണ് ശരിക്കും അനുരാഗം. പക്ഷേ ഇവിടെ അനുരാഗം എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ഒന്നായിട്ട് മാറി അർത്ഥം. അപ്പോൾ എനിക്കൊരാഗ്രഹമുണ്ട്. എനിക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിക്കാൻ വേണ്ടിയിട്ട് എന്നെ സ്നേഹിക്കുന്നവർ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാവണം, അല്ലെങ്കിൽ അവരുടെ സഹായം കൂടെ എനിക്ക് വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവരത് ചെയ്തു തരുന്നുമുണ്ട്. അപ്പോൾ എന്നും നമ്മുടെ ബന്ധുക്കളായിട്ട് നിൽക്കുന്നവർ നമ്മുടെ കൂടെ തന്നെ എന്നും ഉണ്ടാവണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അത് ആഗ്രഹിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ മക്കളെന്നും നമ്മുടെ കൂടെ നിൽക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. സാധിക്കില്ല. ഒരു പ്രത്യേക ഏജ് കഴിഞ്ഞാൽ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ചിലപ്പോൾ വിവാഹം കഴിച്ച് അല്ലെങ്കിൽ ജോലിയായിട്ട് വേറെ സ്ഥലത്തേക്ക് പോയി എന്ന് വരും. അത് പറ്റില്ല, എനിക്ക് എൻ്റെ കൂടെ തന്നെ നിൽക്കണം, അവരെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ഭാവിയും കൂടെ നമ്മൾ കളയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരവിടെ നിന്ന് താൽക്കാലികമായിട്ടായാലും പോയി കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സിൽ ദുഃഖം വരും. അപ്പോൾ എവിടെയാണ് ഇനി എനിക്ക് ഭയവും വരും. കാരണം എന്താണ്? അയ്യോ, അവൻ ജോലിക്ക് പോയല്ലോ, മകള് കല്യാണം കഴിഞ്ഞ് പോയല്ലോ, ഇനി എനിക്ക് എന്നാ അവരെ കാണാൻ പറ്റുമോ? പ്രത്യേകിച്ച് ദൂരെയൊക്കെ ആണെങ്കിൽ കാണാൻ പറ്റുമോ? അവരിനി എന്നാ വരിക? അതിങ്ങനെ മനസ്സിലിങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മുടെ മനസ്സമാധാനം അവിടെ പോയി കിട്ടിയെന്നർത്ഥം. ഇനി നമുക്കൊരു കാര്യം നേടാൻ അതിനും ഉണ്ട് ആകാംക്ഷ, അല്ലേ? എനിക്ക് എത്രയോ ഉണ്ട്, ഇപ്പം എനിക്ക് നന്നായിട്ടുണ്ട്. അപ്പം നമ്മുടെ മനസ്സിലെന്താ തോന്നുന്നത്?
സപ്പോസ് സ്വത്താന്ന് വിചാരിക്കുക, ഒരു ഉദാഹരണം, സ്വത്ത്. എനിക്കിപ്പോൾ ഇഷ്ടം പോലെ സ്വത്തുണ്ട്. അപ്പോഴും എൻ്റെ വിചാരം എന്താണ്, എൻ്റെ മരണം വരെ ഇതെനിക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റുമോ, അത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമുണ്ടാവും. അത് ഭയമാണ്. ഇനി നഷ്ടപ്പെട്ടാലോ, അറിയാതെ നമ്മുടെ കയ്യിലുള്ള സ്വത്തെല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചോ, എന്തെങ്കിലും കാരണവശാൽ ഒരു പ്രളയം വന്നാൽ മതിയല്ലോ അല്ലേ, ഒരു കള്ളൻ വന്ന് കട്ടുകൊണ്ടായാലും മതി. അങ്ങനെ എന്ത് വേണമെങ്കിൽ സംഭവിക്കാം കേട്ടോ, പ്രകൃതി ദുരന്തങ്ങൾ പലതും സംഭവിക്കാം. അങ്ങനെ നഷ്ടപ്പെട്ടാൽ അയ്യോ എനിക്കിനി അത് വീണ്ടെടുക്കാൻ പറ്റുമോ, അതായി ചിന്ത. നഷ്ടപ്പെട്ടാലും ദുഃഖം, നഷ്ടപ്പെട്ടില്ലെങ്കിലും ദുഃഖം. അപ്പോഴൊക്കെ ഭയമാണ് നമ്മളെ പിടികൂടുന്നത്. പിന്നെ സാഹചര്യങ്ങൾ, അതായത് നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ താമസിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അല്ലേ, ഒരു സിറ്റുവേഷൻ. അതെവിടെ ആയിക്കോട്ടെ, ഫ്ലാറ്റ് ആയിക്കോട്ടെ, വീടായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, കുറേ വർഷങ്ങൾ അവിടെ താമസിക്കുമ്പോൾ നമുക്ക് ആ സാഹചര്യം, ആ നാട്, ഇപ്പോൾ തിരുവില്ലാമല വീട്, തിരുവില്ലാമല നാട്, നമുക്ക് ആ ജനങ്ങളോടും അവിടെ തന്നെ താമസിക്കാൻ കിട്ടി. നമ്മൾ പണ്ടേ വില്വാദ്രി മഹാത്മ്യത്തിൽ പറഞ്ഞ മാതിരി പുണ്യഭൂമിയിലാണ് നമ്മളൊക്കെ ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു സാഹചര്യമാണ്. ഇവിടുന്ന് പെട്ടെന്ന് നമുക്ക് വേറെ എന്തെങ്കിലും കാരണവശാൽ വളരെ ദൂരത്ത് പോയിട്ട് താമസിക്കേണ്ടി വന്നു. ഒരു രക്ഷയില്ല, പോവാതെ യാതൊരു രക്ഷയില്ല എന്ന് പറയുമ്പോൾ, അപ്പോൾ അവിടെ സാഹചര്യം മാറുമ്പോൾ നമുക്കൊരു ഭയം അല്ലേ, അയ്യോ ഇനിയിപ്പോൾ അവിടെ ചെന്നാൽ എന്തായിരിക്കും സ്ഥിതി, അവിടുത്തെ ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ആദ്യം ചിന്തിക്കുക അവിടെ തൊട്ടടുത്ത അമ്പലത്തിൽ പോകാൻ പറ്റുമോ എന്നാണ്. അത് മാത്രമല്ല ഈ വില്വാദ്രിനാഥൻ അവിടെ ഉണ്ടാവില്ലല്ലോ, ഉറപ്പല്ലേ. വില്വാദ്രിനാഥനായിട്ട് ഇവിടെ തന്നെയല്ലേ വാഴുള്ളൂ. അപ്പോൾ നമ്മൾ ഭഗവാനെ ഏത് രൂപത്തിൽ കണ്ടാലും അത് സാക്ഷാൽ ഭഗവാനാണെന്ന് ചിന്തിക്കാം. പക്ഷേ എന്നാലും അല്ലേ, നമുക്ക് വില്വാദ്രിനാഥനോട് കുറച്ചൊരു ഇഷ്ടം കൂടുതലുണ്ട്. അപ്പോൾ അമ്പലമാണ് ആദ്യം ചിന്തിക്കുക. ഇനി പോട്ടെ, ഏത് ഭഗവാനാണെങ്കിലും അമ്പലം ഉണ്ടോയെന്നാണ് ആദ്യം ചിന്തിക്കുക. മാത്രമല്ല നമ്മളെന്നും കാണുന്ന ഫ്രണ്ട്സ്, മനുഷ്യന്മാർ എല്ലാവരും, അവരെ അവിടെ കാണോ, ഇല്ല. ഞാൻ അയൽവക്കൊക്കെ എങ്ങനെയുള്ളതായിരിക്കും, അപ്പോഴും ഭയം വന്നു. നമുക്ക് പരിചയപ്പെട്ടാൽ നമ്മളോട് എന്താ പറയുക, നമ്മളുടെ ഒത്തുപോകുന്ന ആൾക്കാരായിരിക്കുമോ അല്ലയോ, ആ ഒരു ഭയം വന്നു. കാരണം എന്താണ്, നമുക്ക് ഈ സാഹചര്യത്തോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിയാലാണ് രാഗങ്ങൾ ഇല്ലാതെയാവുക. ഉണ്ടായാൽ രാഗം കൊണ്ട് വരുന്നത് എന്താണ്, ഭയം കൊണ്ട് വരുന്നത് എന്താണ്, ക്രോധം. അപ്പോൾ രാഗമില്ലാതെയായാൽ ഭയമില്ലാതെയാവും. നമ്മളപ്പോൾ രാഗമില്ലാതെ ആവണമെങ്കിൽ എന്ത് വിശ്വസിക്കണം, ഒന്നും ശാശ്വതമല്ല. ഒരാളും, നമ്മളെ എല്ലാ മനുഷ്യന്മാരും ഇന്നല്ലെങ്കിൽ നാളെ പോകേണ്ട ആൾക്കാരാണ്. ഒരാളും നമ്മുടെ കൂടെ സ്ഥിരമായിട്ട് ഉണ്ടാവില്ല, ഒരു വസ്തുവും സ്ഥിരമായിട്ടുണ്ടാവില്ല, ഒരു സാഹചര്യവും സ്ഥിരമായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളാണ് ഈ ക്രോധത്തിനൊക്കെ കാരണം. ആഗ്രഹങ്ങളില്ലെങ്കിലോ ക്രോധം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഇത്രയും പറഞ്ഞു കൊടുത്തിട്ട് ഇതൊക്കെ നമ്മൾ ആദ്യമേ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ്. 3 യോഗങ്ങളാണ് ഇവിടെ വരുന്നത്. വീത, രാഗ, ഭയക്രോധ. കർമ്മയോഗത്തിൽ നിന്നാണ് രാഗം, ഭയം, ക്രോധം ഇതൊക്കെ കർമ്മയോഗത്തിൽ വരുന്നതാണ്. പിന്നെ ഭക്തിയോഗം, ഇതെല്ലാം വിട്ട് ഭഗവാനിൽ സമ്പൂർണ്ണമായിട്ടുള്ള ശരണാഗതി നേടണം എന്നാണ് പറയണത്. അപ്പോൾ ഭക്തിയോഗമായി. പിന്നീട് ജ്ഞാനയോഗം, അതാണ് ജ്ഞാനതപസ് എന്ന് പറഞ്ഞത്. ഇതിലേത് മാർഗം സ്വീകരിച്ചാലും ശരി, അവസാനം ലക്ഷ്യം എന്നിലെത്തുക എന്നാണ്. അങ്ങനെ എത്രയോ സാധകന്മാർ ആത്മസാക്ഷാത്കാരം നേടിയിട്ടുണ്ട് എന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ രാഗം, ദ്വേഷം, ഭയം, ക്രോധം ഇതൊക്കെ വെടിഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനതപസ് നേടാം. ജ്ഞാനതപസ് കൊണ്ട് പരിശുദ്ധരാവാം. അങ്ങനെ എന്നിൽ തന്നെ പ്രാപിക്കാം. എന്താണ് ഈ ജ്ഞാനതപസ് എന്ന് പറഞ്ഞാലോ, ഈ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നും പിന്തിരിച്ച് എപ്പോഴും ഭഗവാനെ ആശ്രയിച്ച് ഭഗവാനെപ്പറ്റി മാത്രം ചിന്തിച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ ജ്ഞാനതപസ് എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങളെ തപിപ്പിക്കലാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ജ്ഞാനതപസ് നേടി നമുക്ക് ആത്മസാക്ഷാത്കാരം നേടാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം ഭഗവാൻ അർജുനന്
വളരെ വൃത്തിയായിട്ട് പറഞ്ഞ് ബോധിപ്പിച്ച് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഈ ജ്ഞാന തപസ് വഴി ജീവാത്മാക്കൾ പവിത്രന്മാരാകുന്ന പോലെ അതാണ് ശ്രേയസ്കരം അർജുന. അതുകൊണ്ട് നീയും ആ പാതയിലേക്ക് തന്നെ നീങ്ങൂ. ഇനി അടുത്ത ശ്ലോകം നമ്മൾ ഒരു മിനിറ്റ് ഇതിൽ കുറച്ചും കൂടെ പറയാം. ഈ കർമ്മയോഗം നമ്മൾ 3 മാർഗങ്ങൾ പറഞ്ഞല്ലോ: കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം. ഈ മനസ്സിനെ ശരീരം കൊണ്ട് നിയന്ത്രിക്കുന്നതാണ് കർമ്മയോഗം. ശരീരത്തിനെ പറ്റി മാത്രം ചിന്തിച്ച് നടക്കുന്ന നമ്മളെപ്പോലത്തെ സാധാരണ മനുഷ്യന്മാർക്ക് അതാണ് എപ്പോഴും ചിന്ത പോകുന്നത്. മനസ്സിനെ മനസ്സിൽ നിന്നുകൊണ്ട്, ഒന്ന് മനസ്സിനെ ശരീരം കൊണ്ടാണ്, അത് കർമ്മയോഗം. മനസ്സിനെ മനസ്സിൽ നിന്നുകൊണ്ട് തന്നെ നിയന്ത്രിക്കുന്നതാണ് ഭക്തിയോഗം. ഇനി മനസ്സിനെ ബുദ്ധി കൊണ്ട്, ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലേ, ഓരോ തലങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിനെ ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കുന്നതാണ് ജ്ഞാനയോഗം. ജ്ഞാനയോഗം ആത്മസാക്ഷാത്കാരം, അതിൻ്റെ തൊട്ട് പിന്നിൽ നിൽക്കുന്നത് ബുദ്ധിയാണെന്ന് നമ്മൾ പറഞ്ഞു. മനസ്സിനെ ബുദ്ധി കൊണ്ടാണ് നിയന്ത്രിക്കുന്നത്. പ്രത്യേകിച്ച് മനുഷ്യന്മാർക്ക് ബുദ്ധി തന്നിട്ടുണ്ടല്ലോ ദൈവം. മറ്റുള്ള ജീവികളിൽ നിന്ന് വ്യത്യാസമായിട്ട് ചിന്തിക്കാനുള്ള ശക്തി തന്നിട്ടുണ്ട്. അത് ബുദ്ധിജീവികൾക്ക് ഏറ്റവും യോജിച്ച മാർഗ്ഗമാണ് മനസ്സിനെ ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ ഏത് മാർഗം പിന്തുടർന്നാലും ശരി, അവസാനം എത്തുന്നത് എന്താണ്? ആത്മസാക്ഷാത്കാരം തന്നെ ആണ്. അങ്ങനെ ഈ മാർഗങ്ങളിലൂടെ എൻ്റെ പരമാത്മാഭാവത്തെ എത്രയോ പേര് പ്രാപിച്ചിട്ടുണ്ട് അർജുന. ഈ കർമ്മയോഗം എന്ന് പറയണത് പുതിയതൊന്നുമല്ല, ഞാനിപ്പം നിന്നോട് പറയുന്ന ഒരു കാര്യമല്ല, പണ്ട് മുതൽക്കേ ഉള്ളതാണ്. അപ്പോൾ വീണ്ടും അവിടെ ഒരു സംശയം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ മുക്തരാവുന്നില്ലല്ലോ, ഭഗവാനിൽ പ്രാപിക്കുന്നില്ലല്ലോ. അതെന്താ? ഭഗവാന് ചിലരോട് മമതയുണ്ടല്ലോ, ചിലരോട് വിദ്വേഷമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യം അത് ചോദിക്കുന്നില്ല കേട്ടോ. ഇതൊന്നും ചോദിക്കുന്നില്ല. ഇനി അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ, സാധാരണ ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുകയാണ്. അങ്ങനെ അല്ലേ നമുക്ക് തോന്നാറുണ്ട് എപ്പോഴും. അയ്യോ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ കഷ്ടങ്ങൾ വരുത്തുന്നത്? വേറെ ആർക്കും കഷ്ടങ്ങളൊന്നും വരുന്നില്ലല്ലോ. എനിക്കാണെങ്കിൽ ഭക്തിയും മൂർച്ഛിക്കുന്നില്ല. അതായത് എനിക്ക് ജ്ഞാനയോഗമൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഈ ഭഗവാനിൽ ഭജിച്ച് അത്രയും ഭക്തി എനിക്ക് നേടാനും കഴിയുന്നില്ലല്ലോ. ഞാൻ എല്ലാ സ്ഥലത്തും പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, വഴിപാട് ചെയ്യുന്നുണ്ട്, പൂജ ചെയ്യുന്നുണ്ട്, എന്ത് വേണമെങ്കിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ മനസ്സിനൊരു സുഖം കിട്ടുന്നില്ല. വീണ്ടും ഭക്തി ഇല്ലേ എന്നൊരു സംശയം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എല്ലാവരും എന്താണ് ഇങ്ങനെ മുക്തരാക്കാത്തത് ഒരു ചോദ്യം വരികയാണെങ്കിൽ അതിനുള്ള ഉത്തരമാണ് 11ാമത്തെ ശ്ലോകം. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേതുമിദ്ധമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണോ.